അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. ഇപ്പോൾ വെള്ളമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് സിവിലൈസേഷൻസ് വന്നത്. അത് മോഹൻജദാരോ ആണെങ്കിലും ഹാരപ്പയാണെങ്കിലും നൈൽ സിവിലൈസേഷൻ ആണെങ്കിലും സത്യത്തിൽ ഈജിപ്തിൻ്റെ 5% മാത്രമാണ് ഫലഭൂയിഷ്ടമായ ഭൂമി. 5%-ത്തിൻ്റെയും 10%-ത്തിൻ്റെയും ഇടയിൽ അത്രയാണ് ഫലഭൂയിഷ്ടമായ ഭൂമിയുള്ളത്. അവിടെയാണ് എല്ലാം വിളയുന്നത്. ബാക്കിയുള്ളത് മുഴുവനും ഡിസേർട്ടുകളാണ്. അപ്പോൾ എന്താണ് ഇതിന് കാരണമെന്നാൽ അവിടെയാണ് വെള്ളമുള്ളത്. നേരെ സുഡാനിൽ നിന്ന് എത്യോപ്യയിൽ നിന്നും മറ്റൊക്കെ വരുന്ന ഈ നൈൽ നദി, ടാൻസാനിയയിൽ നിന്നും മറ്റുമൊക്കെ വരുന്ന നൈൽ നദി നേരെ വന്നിട്ട് സുഡാനിലൂടെ വന്ന് ഈജിപ്തിലേക്ക് പ്രവേശിക്കും. ഈജിപ്ത് എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലാണ്. ഈ സംസ്കാരം എവിടെയാണ്? വെള്ളമാണ്. അപ്പോൾ എന്തിൻ്റെ ആധാരം? വെള്ളമാണ്. വെള്ളം കാര്യമായി ഉപയോഗിക്കപ്പെടുന്ന കാര്യം എന്തിനാണ്? കൃഷിയാണ്. കൃഷിയില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. മനുഷ്യൻ്റെ എന്തിൻ്റെയും ആധാരം കൃഷി. അപ്പോൾ കച്ചവടം, എന്താ കച്ചവടത്തിൻ്റെ ആധാരം? കൃഷിയാണ്. ഭക്ഷണത്തിൻ്റെ ആധാരം എന്താണ്? അത് കൃഷിയാണ്. എന്തിൻ്റെയും ആധാരം കൃഷിയാണ്. അപ്പോൾ കൃഷിയുമായി ഏതൊരു മനുഷ്യനും ഒരു ബന്ധമുണ്ട്. എല്ലാവർക്കും കൃഷിയുമായി ബന്ധമുണ്ട്. അപ്പോൾ ആ കൃഷിയെക്കുറിച്ച് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. ഞാൻ അടിസ്ഥാനപരമായി എൻ്റെ കുടുംബം ഒരു കാർഷിക കുടുംബമാണ്. അപ്പോൾ നമ്മളെ തെങ്ങിൻ്റെ പുതിയതായി 1 വർഷമായി വെച്ചിട്ടുള്ള തെങ്ങിൻ്റെ തോട്ടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. പുതിയ പുതിയ തെങ്ങ്, പഴയ തെങ്ങ്, അവിടെയൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെള്ളം നനക്കും. അതാണ് ഈ കാണുന്നതൊക്കെ. നമ്മളുമായി ബന്ധപ്പെട്ട ചില കൃഷി, അത് മുസ്ലിയാരായാലും തങ്ങളായാലും പ്രൊഫസറായാലും എല്ലാവർക്കും, ഏതൊരു ഭിക്ഷക്കാരനും കൃഷിയുമായൊരു ബന്ധം ഉണ്ടാകണം. കൃഷിയില്ലാതെ മനുഷ്യന് ജീവിക്കാനേ കഴിയില്ല. കൃഷിയാണ് എല്ലാ വളർച്ചയുടെയും, എല്ലാ സിവിലൈസേഷൻസിൻ്റെയും, എന്തിൻ്റെയും ആധാരം കൃഷിയാണ്. അതുകൊണ്ട് നമ്മൾ അടിസ്ഥാനപരമായി കർഷകരാണ്. മനുഷ്യൻ അടിസ്ഥാനപരമായി കർഷകനാണ്. കാന ആദമു ഹാരിസൻ എന്നാണ്. ആദം കർഷകനായിരുന്നു എന്നാണ്. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനുഷ്യകുലത്തിൻ്റെ ബാപ്പ കച്ചവടക്കാരനല്ല. മനുഷ്യകുലത്തിൻ്റെ ബാപ്പ ആദമാണ്. ആദം കർഷകനാണ്. കാർഷിക വൃത്തിയാണ്. എന്തിനാണ് എല്ലാം പൂത്തുലഞ്ഞ് നിന്ന ഒരു ഭൂമിയിലേക്ക് വന്ന ഒരു ആദം, ആ ആദം എന്തിനാണ് കർഷകനായതെന്ന് ഒരുപാട് കാലം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ആദമിൻ്റെ സന്തതികൾക്ക് എന്താണ് അവരുടെ ഉപജീവന മാർഗമെന്ന് പഠിപ്പിക്കേണ്ടതും ആദമാണ്. ഈ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഈ തോട്ടങ്ങളുടെ മഹാപർദീസയാകുന്ന ഭൂമി കുറച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും. കാരണം എന്തുകൊണ്ട്? സിവിലൈസേഷൻസ് അഡ്വാൻസ് ചെയ്യപ്പെടുന്നതിനനുസരിച്ച്, നാഗരികതകൾ വളരുന്നതിനനുസരിച്ച് കൃഷിഭൂമി, തോട്ടങ്ങളും വലിയ വലിയ മരങ്ങളും തോപ്പുകളും ഇല്ലാതായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ അളവിൽ മനുഷ്യന് പിന്നെ കൃഷിയെ സൃഷ്ടിക്കണം. അപ്പോൾ അതാണ് കൃഷി. ആ അളവിൽ നമ്മൾ തോട്ടങ്ങളും ഫലങ്ങളൊക്കെ സൃഷ്ടിച്ചേ മതിയാവും. അതാണ് കൃഷി. അതുകൊണ്ടാണ് ആദമിനെ സംബന്ധിച്ചിടത്തോളം അലൈഹിസ്സലാം, ആദം കർഷകനാകേണ്ട ഒരു ആവശ്യമില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമല്ലേ ഫ്രൂട്ട്സ്. ആ ഫ്രൂട്ട്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിലേക്കല്ലേ, ഒരു ലോകത്തേക്കല്ലേ ആദം വരുന്നത് അലൈഹിസ്സലാം. പിന്നെ എന്തിനാണ് ആദം കർഷകനായത്? മനുഷ്യൻ അവസാനം വരെ കൃഷി ഉപേക്ഷിക്കരുത്. ഇതാ ഉഖീമത്തി സാ, ഖിയാമത്ത് നാൾ സംജാതമായി, വഫീ യദി അഹദിക്കും ഫസീല, നിങ്ങളെ കയ്യിൽ ഒടിച്ചു കുത്താൻ പറ്റിയ ഒരു സാധനം കിട്ടിയാൽ, ഒരു മരത്തണ്ട് കിട്ടിയാൽ, ഒരു മരക്കൊമ്പ് കിട്ടിയാൽ, ഒരു ചെടിയുടെ തണ്ട് കിട്ടിയാൽ, ഫല്യഗ്രിസ്ഹ, അതിനവൻ ഒടിച്ചു കുത്തി നട്ടുപിടിപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ പറയുന്നത് ഇനി ലോകം അവസാനിക്കുന്ന ഒരു പുതിയ കാലത്താണ്. പുണ്യ റസൂൽ പറഞ്ഞത് അവസാന കാലഘട്ടത്തിൽ വലിയ വലിയ നാശങ്ങൾ സംജാതമാകുമ്പോൾ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന് പുണ്യ റസൂൽ പറയുന്ന മറുപടി, മൻ കാനത്ത് ലഹു അർളുൻ ഫൽയൽഹഖ് ബി അർളിഹി, ആർക്കെങ്കിലും ഭൂമിയുണ്ടെങ്കിൽ അവൻ ഭൂമിയിലേക്ക് ചേർന്ന് കൊള്ളട്ടെ എന്നാണ്. അപ്പോൾ ഭൂമിയുമായുള്ള പണി, 10 സെൻറ്റ് ഭൂമിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, 5 സെൻറ്റ് ഭൂമിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, 3 സെൻറ്റ് ഭൂമിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, നിങ്ങൾക്കെന്താ കുറച്ച് മുളകിൻ്റെ ചെടിയും മത്തൻ്റെ കുരുവും കുമ്പളങ്ങയുടെ കുരു ഇതൊക്കെ നിങ്ങൾക്ക് വട്ടുപിടിപ്പിച്ചൂടെ? എന്താണ് അതിൻ്റെയൊക്കെ ഒരു കരുത്തെത്രയാണ്? അതിൻ്റെ ഇലയുടെ കരുത്തെത്രയാണ്? ഇപ്പോൾ മത്തൻ്റെ ഇല അത് കഴിച്ചാൽ എന്താണ് അതിൻ്റെയൊക്കെ ഒരു ആരോഗ്യം? കുമ്പളത്തിൻ്റെ ഇല, മത്തൻ്റെ ഇല, വഴുതനങ്ങ, ഇതൊക്കെ എന്തൊക്കെ ഗുണങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ടാകും. വഴുതനങ്ങ കഴിച്ചാൽ വേസ്റ്റ് ഒന്നും ബാക്കിയാവില്ല ബോഡിയിൽ. അതേ തന്നെ കപ്പ, ഒരു അന്ധവിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നു, കപ്പ കഴിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻസിന് പറ്റൂല. പക്ഷേ ആധുനിക പഠനങ്ങൾ കണ്ടെത്തി
അത് ഏറ്റവും ഗുണം. കുറച്ച് ഷുഗറും കൂടി അടങ്ങിയ ഒരു കിഴങ്ങാണല്ലോ മധുരക്കിഴങ്ങ്. ചക്കരക്കിഴങ്ങും ചില നാട്, ഞങ്ങൾ മലപ്പുറം ജില്ലക്കാരൊക്കെ ശർക്കരക്കിഴങ്ങ് എന്ന് പറയും, മധുരക്കിഴങ്ങെന്ന് ചില നാടുകൾ പറയും. എന്താണ് അതിൻ്റെ കരുത്ത്? എന്താണ് അതിലടങ്ങിയ ഫൈബർ? എന്താ 3 സെൻറ്റ് ഭൂമിയുള്ളവനും കുറച്ച് ഒരു തറ മാടിയിട്ട് ആ തറയിൽ കുറച്ച് മധുരക്കിഴങ്ങ് നട്ടുപിടിപ്പിച്ചൂടെ? എന്താ പെണ്ണുങ്ങൾക്കൊക്കെ പണി? ഈ മൊബൈലിൽ മാന്തി ഇരിക്കുന്നതൊക്കെ നിർത്തിയിട്ട് പുണ്യ റസൂലിൻ്റെ സുന്നത്തല്ലേ, പുണ്യ റസൂൽ പറഞ്ഞല്ലേ. എത്ര സ്ഥലങ്ങളെ പുണ്യ റസൂൽ ഈത്തപ്പന നട്ടുപിടിപ്പിച്ചത്, എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തത്. എപ്പോഴും മനുഷ്യൻ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, കൃഷി ചെയ്തവൻ ഭൂമിയെ ജീവിപ്പിക്കുകയാണെന്ന് പറഞ്ഞില്ലേ. മാമിൻ അഹദിൻ യുംസികു കൽബൻ ഇല്ല യൻഖുസു മിൻ അമലിഹി ഖിറാത്ത് എന്നൊരു ഹബീബ് റസൂൽ പറഞ്ഞ ഹദീസുണ്ട്. ഞാൻ ഈ അടുത്ത ദിവസം ആ ഹദീസ് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. എന്താ, ഒരാളൊരു നായെ വളർത്താൻ പാടില്ല. മാമിൻകും മിൻ അഹദിൻ, ഒരാളും യുംസികു കൽബൻ, ഒരു നായ ഒരാൾ വളർത്തുകയാണെങ്കിൽ, അനാവശ്യമായ നായെ വളർത്തിയാൽ നായക്ക് ഭക്ഷണം കൊടുക്കുക, പിന്നെ നായെ പിടിച്ച് മുംസിക്ക് പറഞ്ഞാൽ പിടിച്ച് കെട്ടിയിടുക. ഒരു നായ എന്ന് പറഞ്ഞാൽ ഓടി ജീവിക്കേണ്ട ഒരു ജീവിയാണ്. നല്ലോണം പേരിന് പോരാ നല്ലോണം വേണം. ഞാനിതിന് പ്രസംഗിക്കാൻ നിന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നുമല്ല. ഒരു മരം അങ്ങോട്ട് തണുക്കണം. മുംസിക്കറ വളർത്തുകയല്ല, ആ നായെ ഇംസാക്കി പറഞ്ഞാൽ അതിനെ പിടിച്ച് കെട്ടിയിടുക. എങ്കിൽ ഇല്ലാമിൻ യൻഖുസുമിൻ അമലിഹി ഖിറാത്ത്, ഒരു ഉഹദ് മലയുടെ അത്രയെങ്കിലും. ഖിറാത്തിന് വേറൊരിക്കൽ പുണ്യ റസൂൽ എക്സ്പ്ലനേഷൻ നൽകിയിട്ടുണ്ട്. ഖിറാത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖിറാത്തു മിസ്ല ജബലി ഉഹുദിൻ എന്ന ഹദീസിൽ കാണാം. അൽ ഖിറാത്ത് എന്ന് പറഞ്ഞാൽ മിസ്ല ജബലി ഉഹുദിൻ, ഉഹദ് മലയുടെ അത്രയുണ്ടാവും ഒരു ഖിറാത്ത് എന്ന് പുണ്യ റസൂൽ പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നായയെ ഒരാൾ അനാവശ്യമായി പിടിച്ച് കെട്ടിയിട്ടാൽ ഇല്ല യൻഖുസു മിൻ അമലിഹി ഖിറാത്ത്, അവൻ്റെ അമലിൽ നിന്ന് ഒരു ഖിറാത്തെങ്കിലും എല്ലാ ദിവസവും നഷ്ടപ്പെടും. അവൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അമലിൽ നിന്ന് ഒരു ഖിറാത്ത് അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരു ഖിറാത്താണ് വഹദ് മലിൻ്റെ അത്ര ഉണ്ട്, ഒരു ഖിറാത്ത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇല്ല കൽബു ഹർസിൻ, എന്നാൽ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ച നായക്ക് കുഴപ്പമില്ലാണ് പുണ്യ റസൂൽ പറയുന്നുണ്ട്. ഔ സൈദിൻ, അല്ലെങ്കിൽ വേട്ടക്ക്, ഔ മാഷിയത്തിൻ, അല്ലെങ്കിൽ അയാളുടെ നല്ലോണം നനഞ്ഞോട്ടെ നല്ലപോലെ നനഞ്ഞോട്ടെ. ചെറുണ്ടോ? അതെ. കൃഷിയിൽ പന്നി വരുന്നത് മറ്റുമൊക്കെ കാക്കാൻ വേണ്ടിയിട്ട് നായ എങ്ങനെ ചുറ്റി നടന്നു, അത് വളരെ നല്ല കാര്യമാണ് എന്ന് പുണ്യ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ ഔ സൈദിൻ, അല്ലെങ്കിൽ വേട്ടയ്ക്ക് വേണ്ടി നായ വളർത്തുന്നതിൽ തെറ്റില്ല എന്ന് പുണ്യ റസൂൽ പറഞ്ഞു. ഔ മാഷിയത്തിൻ, അല്ലെങ്കിൽ അവന് കാലികളുണ്ട്, കാലികളെ വളർത്തുന്ന മനുഷ്യന്മാർ, കാലികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഒരു നായ നടന്നു. ആട്, പശു, എരുമ, പോത്ത്, കാളകൾ, പശുക്കൾ, ഇതിനൊക്കെ വളർത്തുന്ന മനുഷ്യന്മാർ. അതൊക്കെ മനുഷ്യൻ എന്നും ഗുണം മാത്രം ചെയ്തപ്പോൾ പശു എല്ലാ കാലത്തും മനുഷ്യന് ഗുണം മാത്രം, അങ്ങനെ പിടിക്കണ്ട, പിടിച്ചാട് വെച്ചു കൊടുത്താൽ മതി. എല്ലാ കാലത്തും മനുഷ്യന് ഗുണം മാത്രം ചെയ്തു കൂട്ടിയ ഒരു ജീവിയാണ് പശു, കാള, എരുമ, പോത്ത്, ആട്. അതിനെ വളർത്താൻ വേണ്ടി ഒരാൾ നായ കൊണ്ടടക്കുകയാണെങ്കിൽ നല്ലതാണ്. ആവശ്യമില്ലാതെ ഒരു നായെ പിടിച്ച് കെട്ടിയിടാൻ പാടില്ല എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 കാര്യമാണ് ആ ഹദീസിൽ ഹബീബായ നബി പറയുന്നത്. ഒരാൾ നായയെ കെട്ടിടുമ്പോൾ 3 കാര്യം അയാൾക്കുണ്ടായിരിക്കണം. ഒന്നിരിക്കൽ കൃഷി വളർത്താൻ വേണ്ടി, കൃഷി സംരക്ഷണത്തിന് വേണ്ടി നായ വളർത്താം എന്ന് പുണ്യ റസൂൽ പറഞ്ഞു. ഇതിപ്പോൾ ഒരു വാഴയാണ്, വാഴ. ഇതെന്താ ഹബീബായ നബി പറഞ്ഞത്? മാമിൻകും മിൻ അഹദിൻ യഗ്രിസു ഖിർസൻ ഔ യസ്റഉ സർഅൻ ഫയകുലു മിൻഹു ഇൻസാനുൻ ഔ ത്വയ്റുൻ ഔ ബഹീമത്തുൻ ഇല്ലാ ലഹു സദഖ. ഒരാൾ ഒരു വാഴത്തൈ വെച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെടി നട്ടു, അല്ലെങ്കിൽ നെൽകൃഷി ഉണ്ടാക്കി, എന്തുണ്ടാക്കിയാലും ഫയകുലു മിൻഹു ഇൻസാൻ, പിന്നെ അതിനൊരു മനുഷ്യൻ കഴിച്ചു, ഔ ത്വയ്റുൻ, ഒരു പക്ഷി കഴിച്ചു, ഔ ബഹീമത്തുൻ, അല്ലെങ്കിൽ ഒരു മൃഗം കഴിച്ചു, എന്ത് കഴിച്ചാലും ഇല്ലാ കാൻ ലഹു സദഖ, അതവന് സദഖയാണ്. ഞാൻ മരിച്ചാലും സദഖയാണ്. ഒരാൾ തേങ്ങ, ഇതിൻ്റെ വാപ്പ നട്ടുപിടിപ്പിച്ച തേങ്ങ, അത് വാപ്പാക്ക് കൂലി കിട്ടും. എന്തുകൊണ്ട്? വാപ്പ നട്ടുപിടിപ്പിച്ചാണ്. എപ്പോഴും കൂലി കിട്ടും. ഇനി നമ്മളതിനെ വളർത്തിയാൽ നമ്മൾക്കും കിട്ടും. നമ്മളെ മകനെ ഏറ്റെടുത്തു, അവനാന്ന് വളർത്തി, അവനും കിട്ടും, അവൾക്കും കിട്ടും. എന്തുകൊണ്ട്? മനുഷ്യന് ജീവിക്കണമെങ്കിൽ
വേറെ എങ്ങോട്ടും വേണ്ട, വേറെ എങ്ങോട്ടും വേണ്ട. തെങ്ങിൻ്റെ മരത്തേക്ക് ഇന്ന് നനക്കണ്ട്. ഓരോ ദിവസത്തിനും അതിനൊരു കണക്കുണ്ട്. ഒന്നിനും വേണ്ട. ഇന്ന് നനക്കേണ്ടത് തെങ്ങ് മാത്രം. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെത് കുഴപ്പമില്ല. പക്ഷെ അതേ സമയത്ത് ഇതൊക്കെ പ്രശ്നം തന്നെയാണ്. ആ ചിപ്പ അത്ര വലിയ വേര് നേരെ താഴത്തേക്ക് പോകൂല. അവിടെ ലേശം പള്ളിൻ്റെ പരിസരത്ത് എന്താണ്, പള്ളി കമ്മിറ്റി, മൂലിയേര് കുട്ടികൾ എല്ലാവരും കൂടി ഒരു കൃഷി നട്ടുപിടിപ്പിച്ചാൽ എത്ര നല്ലതാണ്. അതിനുള്ള ശുദ്ധമായ നല്ല ഭക്ഷണം കഴിച്ചൂടെ? എന്തിനാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന എൻഡോസൾഫ മാത്രം കഴിക്കാൻ വേണ്ടി നമ്മൾ മെനക്കെടുന്നത്? പിന്നെ മണ്ണിനെ ജീവിപ്പിക്കാറ് നല്ല കാര്യമല്ലേ? അത് പോകാതെക്കണം. എന്നാ ജോയിൻ്റ് കൊടുക്ക് കേറ്റ്. ആ കേറ്റ്. ഇതേ ഒരു നിത്യകാഴ്ചയായിരുന്നു. ഉസ്താദുമാർ മണ്ണിലിറങ്ങും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ഒരു പുതുമയാണ്. കാരണം ഉസ്താദുമാർ പറഞ്ഞാലും അവർക്ക് ഫിക്സ് ചെയ്തിട്ടൊരു ജോലി, കൃഷിക്കാർ എന്നിട്ട് വേറെ വിഭാഗം. ഇവിടെ തീർത്തു പോകണം. അപ്പോൾ ഇതുപോലെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് കാര്യമില്ല, നമ്മളിങ്ങനെ വെറും ഗൾഫ് മണി നട്ടുന്ന കാര്യമില്ല, മണ്ണിക്ക് ഇറങ്ങണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഉസ്താദുമാരൊക്കെ ഇങ്ങനെ നേതൃത്വം കൊടുക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിലുള്ളത് കൃഷിക്കാർ എന്നിട്ട് ഒരു ടീം അതിനായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളെന്നാ ചെയ്യേണ്ടത്, നമ്മളെന്നാ കൃഷിക്കാരെന്നുള്ളത്. കൃഷിക്കാരനല്ലാത്തൊരു മനുഷ്യനില്ല. അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും കൃഷി ചെയ്യണം, എല്ലാ മനുഷ്യനെ ജീവിക്കണം. കൃഷിയിൽ പുതിയത് വന്നല്ലോ, അതായത് ഇപ്പോൾ ബഡ് ചെയ്ത സംഭവമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് പെട്ടെന്ന് വേണം എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ 2 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങ്, അത് സത്യത്തിൽ അത്തരം സാധനങ്ങൾ അത് ആധുനിക കോർപ്പറേറ്റുകളുടെ ചില ഇടപെടലാണ്. ഈ അന്തക വിത്ത്. അതെ, അതൊക്കെ അതുകൊണ്ടൊക്കെ എന്താ ഉണ്ടാവുക? ഒന്ന്, രണ്ടാമത്തത് വിത്തുകൾ പിന്നെ ഉണ്ടാവണില്ല. അതാണ് അന്തക വിത്ത്. നമ്മളെ നാട്ടിൽ നൂറുകണക്കിന് ഐറ്റംസ് നെല്ലുണ്ടായിരുന്നു. ആ നെല്ല് ഇല്ല തന്നെ, ഒരു നെല്ലും പഴയ നെല്ലില്ല. ഇപ്പം നാടൻ അരി എന്ന് പറഞ്ഞ സാധനം ഇല്ല, നാടൻ അരി എന്നത് ഇല്ല. ഇപ്പോൾ 58 എന്ന് പറയും. 58 പുതിയതാണ്. 58 എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ലാബിൽ വികസിപ്പിച്ചെടുത്ത വിത്താണ് 58. വലിയ ഫലം ഉണ്ടാക്കും. പക്ഷെ അതെന്താണ്, അതിൻ്റെ ആധുനികമായ മരുന്ന്, വളം, ഇതൊക്കെ അതിന് ചെയ്തു കൊടുക്കണം. മാത്രമല്ല അത് രാസവളങ്ങൾ, പിന്നെ അടിസ്ഥാന വിത്തിനെ അത് നശിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഒന്നുമില്ല. പിന്നെ അതൊക്കെ ഒരു ബിസിനസ് മൈൻഡിൽ അത്രേ ഉള്ളൂ. ഇപ്പോൾ തെങ്ങ് ലാഭം, ചീന്തുടി അത് ലാഭമാണ്. അതിപ്പോൾ ലാഭമാണ്, അത് കൂടുതൽ വിളവുണ്ടാക്കുക. പിന്നെ ഈ ഇതിലൊന്നും ഇപ്പോൾ ഗംഗാബോണ്ടം ഇതൊക്കെ ഉണ്ടല്ലോ, ഈ 3 വർഷം കൊണ്ട് കഴിക്കുന്നത്, അത് ആട്ടാൻ പറ്റില്ല. അത് നമുക്ക് അരക്കാനേ പറ്റുള്ളൂ, ആട്ടാൻ പറ്റില്ല. കറക്റ്റ്. അപ്പോൾ അത് അതിൻ്റെ യഥാർത്ഥ ഗുണം അല്ല എന്നാണ്. എണ്ണ തരിക എന്നുള്ളത് തേങ്ങയുടെ അടിസ്ഥാന ഗുണമല്ലേ? അത് ആ തേങ്ങക്ക് നഷ്ടപ്പെടുകയാണ്. ഇതിപ്പോൾ എത്ര സ്ഥലമുണ്ട്? ഇതോ റബ്ബിൻ്റെ സഹായത്താൽ 2 ഏക്കറുണ്ട്. മാഷാ അല്ലാഹ്. പിന്നെ നേരെ തൊട്ടപ്പുറത്ത് 1.5 ഏക്കറുണ്ട്. നേരെ ചെള്ളിൻ്റെ വലിയൊരു അന്തകനാണ്. അപ്പം അവിടെയൊക്കെ ചെള്ളുകളുണ്ട്. മലക്കാണ് വേണ്ടത് സിദ്ദീഖേ, മലക്കാണ് വേണ്ടത്, കെട്ടണ്ട. അതൊക്കെ അതിന്റെ പിന്നെ പണിക്കാരെ സൗകര്യത്തിനാണ്. ഏതൊരു സാധനം കൂട്ടിക്കെട്ടരുത്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നൊക്കെ എന്താ? ചാണക. ഈ കാണുന്നെല്ലാം ചാണകാണ് ഈ കിടക്കണത്. എന്താണ് വളം നിങ്ങൾ ചോദിക്കണ്ട, ഇത് ചാണകാണ് ഈ കിടക്കണത്. നമ്മൾ ഈ ഭൂമിയിലൊന്നും വല്ലാതെ നാശാക്കിയിട്ടില്ല. രാസവളം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതേ പറ്റുള്ളൂ. എന്താ അതിന് മാത്രം രാസവളം ഉപയോഗിച്ചിട്ടുണ്ടാവും. അത്രയും പുരുടാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതാരാണ് ഈ വാഴ കർഷകർ ചെയ്യുന്ന
ഭൂമിയെ കൊല്ലാൻ വേണ്ടി ചെയ്യുന്ന പണികളാണ്. എല്ലാവർക്കും വേണ്ടി ആദ്യത്തെ 1-2 നല്ല വിളവെടുപ്പ് ഉണ്ടാവും. കാരണം അത് മാക്സിമം വലിച്ചെടുത്തിട്ട് ഇത് കൊടുക്കും. ഉണ്ടാവും. ഞാലിപ്പൂവനൊക്കെ പണ്ട് ഞാലിപ്പൂ എന്ന് പറഞ്ഞാൽ ചെറുതാണ്. ഇപ്പൊ ഞാലിപ്പൂവെന്നൊക്കെ അതൊക്കെ സത്യത്തിൽ രാസവളാണ്. ആണ് അവരൊക്കെ ഭൂമിയെ സത്യത്തിൽ കൊല്ലാണ്. അതെ കേടരൂലല്ലോ. അപ്പുറത്തേക്ക് ചാട്. പറയാറുണ്ട് ഈ ചറക്കുന്ന കഴിക്കണം. ആധുനിക കൃഷിയുടെ പിതാക്കൾ എന്ന് വേണമെങ്കിൽ ഇന്ന് ഇസ്രായേലിനെ പറയാം. പക്ഷെ ആ കൃഷി മനുഷ്യന് ഗുണത്തിലേറെ ദോഷം ചെയ്യുന്നു. അത്തരം പഴങ്ങളും അത്തരം വിളവുകളും മനുഷ്യന് ദോഷങ്ങൾ ഉണ്ടാക്കും. അതായത് അത് ഒറിജിനൽ പഴമോ ഒറിജിനൽ നെല്ലോ ഒന്നുമല്ല. ഒറിജിനാലിറ്റി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഇപ്പം നെല്ല്, ഇപ്പം നാടൻ നെല്ല്, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന നെല്ലിനെ കുറിച്ച് ഇപ്പം നമ്മൾ പറയും നമ്മളെ പാടത്തുണ്ടാക്കിയ നെല്ലിൻ്റെ അരിയാണ് എന്ന് പറയുന്നല്ലാതെ സത്യത്തിൽ അതിൻ്റെ ഫലമില്ല. ഒരിക്കലും ആ ഫലമല്ല. എന്തുകൊണ്ട്? അതൊക്കെ പുതിയ വിത്താണ്. നമ്മൾ ജയ എന്ന് പറയും, പല നെല്ലുകളുണ്ട്. ആ നെല്ലുകളൊന്നും എന്തല്ല, ഒറിജിനൽ നെല്ലേ അല്ല. അതൊക്കെ അയ്യാറട്ടിൻ്റെ മറ്റൊരു ഭാഗമാണ്. അയ്യാറട്ട് വന്ന കാലത്ത് എൻ്റെ വല്യപ്പ അയ്യാറട്ട് ചില ആളുകൾ കൃഷി ചെയ്യാൻ തുടങ്ങി. വല്യപ്പ പറഞ്ഞു അയ്യാറട്ടി നമുക്ക് വേണ്ടാന്ന്. അതൊക്കെ ഇപ്പൊ പോയി. ആ നെല്ലൊന്നും ഇപ്പൊ ഇല്ല. ആ നെല്ലൊന്നും ഇപ്പൊ ഭൂമിയിൽ തന്നെ ഇല്ല. ഇപ്പൊ ബസുമതി റൈസ് ഒക്കെയാണ്. ബസുമതി അതൊന്നും ഒറിജിനൽ നെല്ലും അല്ല. ഒരു കാലത്ത് 1960കളിൽ കളിയാക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന വാക്കാണ് അയ്യാറെട്ട്. ബാഫക്ക് തങ്ങളുടെ മൊട്ടത്തലയിൽ അയ്യാറെട്ട് മുളപ്പിക്കും. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാടിയ പാട്ട്. അതിന് മറുപടിയായി ലീഗ് പാടി EMSന്റെ മൊട്ടത്തലയിൽ അയ്യാറെട്ട് മുളപ്പിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും 1960കളിലെ പാട്ട് മുദ്രാവാക്യ. അയ്യാറെട്ട് എന്ന് പറയാൻ കാരണം അക്കാലത്തെ പുതിയ വിത്താണ് എന്ത് അയ്യാറെട്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു 60 കൊല്ലത്തിലേറെയായി. അതിൻ്റെ ദോഷഫലങ്ങളുണ്ടായി. അയ്യാറെട്ടൊക്കെ ഇന്നത്തെ അയ്യാറെട്ടിൻ്റെ തുടക്കമൊക്കെ ഇന്നത്തെ നല്ല നെല്ല. പക്ഷെ ഇന്ന് അതൊക്കെ മാറി. ഇന്ന് നാടൻ നെല്ല് എന്നുള്ള സാധനം ലോകത്തനല്ല, ഇന്ത്യയിലില്ല, എവിടെയില്ല. ഇനി മണ്ണുത്തിയിലോ മറ്റോ അവർ സൂക്ഷിച്ചു വെച്ച വിത്തുണ്ടോയെന്ന് എനിക്കറിയൂല. കേരളത്തിൽ ഒരു പാടത്തും പഴയ നെല്ല് കൃഷി ചെയ്യണില്ല. അപ്പോൾ എല്ലാം പുതിയതാണ്. അതിലൂടെ എന്തുണ്ടാവും? അതിലൂടെ കടത്തിവിടുന്ന രോഗാണുക്കൾ, കെമിക്കൽ അണുക്കൾ, ഇതെല്ലാം നമ്മളെ ബോഡിയിൽ കയറും. എന്തുകൊണ്ടാണ് പ്രസവിച്ച കുട്ടിക്ക് ഷുഗർ ഉണ്ടാവുന്നത്? പ്രസവിച്ച കുട്ടിക്ക് ഷുഗർ എത്രയാണ്? എന്തുകൊണ്ട്? ഈ അമ്മ കഴിച്ച ഭക്ഷണത്തിൽ മരിക്കാത്ത ഇത്തരം രോഗാണുക്കൾ കുട്ടിയിൽ സ്വാധീനിക്കും. കുട്ടിയിൽ ഏറ്റവും ആദ്യം സ്വാധീനിക്കും. പാടങ്ങളൊക്കെ ഇപ്പോൾ കവുങ്ങുന്തോട്ടം ഇതൊക്കെ ആക്കി മാറ്റി. കവുങ്ങുന്തോട്ടം ആവണേം തെറ്റില്ല. കവുങ്ങൊക്കെ പുതിയതാണ്. മുസ്ലിമിനെ സംബന്ധിച്ച് പാരത്രിക വിജയമാണല്ലോ ഉദ്ദേശം. അതെ. അപ്പോൾ കച്ചവടത്തെക്കാൾ കൃഷിക്ക് ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നുണ്ടോ? അതുകൊണ്ടുള്ള നേട്ടം എൻ്റെ പാരത്രിക വിജയത്തിന് എന്താണ്? കച്ചവടം നല്ലതാണ്. അതേ സമയത്ത് കച്ചവടത്തിന്റെ അടിസ്ഥാന കൃഷിയല്ലേ. കൃഷി ഇല്ലെങ്കിൽ എങ്ങനെയാണ് കച്ചവടം ചെയ്യുക? എല്ലാത്തിൻ്റെയും അടിസ്ഥാന മണ്ണിന്റെ ഉൽപാദനം എന്ന് പറയുന്നത് കൃഷിയാണല്ലോ. ഇപ്പം നെല്ലുണ്ടായിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഹോട്ടൽ ഉണ്ടാവുക? പച്ചക്കറി ഉണ്ടായിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഹോട്ടൽ ഉണ്ടാവുക? കടയിൽ പച്ചക്കറിയും നെല്ലും ഒക്കെ അരിയൊക്കെ വിൽക്കാൻ വെക്കുക. ഇതൊക്കെ എവിടുന്ന് വന്നതാണ്? മണ്ണിലെ കൃഷി എന്ന് വന്നതല്ലേ. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ജനങ്ങൾ കൃഷിയെ സഹായിക്കും, മധ്യവർഗം കൃഷി ചെയ്യും. പിന്നെ ക്രീമി ലെയർ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു ഗ്രാമത്തിൽ ഒരാൾ അയാൾ അടിസ്ഥാനപരമായ കർഷകനായിരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മുതലാളി പറഞ്ഞാൽ ക്രീമി ലെയർ എന്ന് പറയാനൊന്നും ഇല്ല. ഇന്നത്തെ ഒരു മിഡിൽ കാസ്റ്റിലുള്ള ആളുടെ കയ്യിലുള്ള സാമ്പത്തിക സൗകര്യമൊന്നും അക്കാലത്തെ ജമ്മിക്ക് പോലും ഇല്ല. അപ്പോൾ അടിസ്ഥാനപരമായി എല്ലാവരും ആ മണ്ണിൽ അധ്വാനിക്കും. ഇന്ന് നമ്മളെ അവസ്ഥ എന്താ? ഇന്ന് നമ്മൾ ആന്ധ്രയിലെ കുത്തകകൾ, തമിഴ്നാട്ടിലെ കുത്തകകൾ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ ഷാറൂഖ് ഖാൻ്റെ മോളാണ്. ഏറ്റവും വലിയ അവാർഡ് കിട്ടിയ ഒരു കർഷക വനിത ഷാറൂഖ് ഖാൻ്റെ മോളാണെന്ന് ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചിട്ടുണ്ട്. അതെ ആയിരിക്കും. എന്തുകൊണ്ട്? അത് ലാഭകൃഷിയാണ്, അല്ലാതെ കേവലം മണ്ണിനെ ജീവിപ്പിക്കാനല്ല. അത് ലാഭമാണ് കൊണ്ടുവരുന്നത്, അത് ഇൻവെസ്റ്റ് ചെയ്യാണ്. അതേപോലെ തന്നെയാണ് വലിയ ഉദാഹരണം പറയാം, അംബാനി, അദാനി, ഇവരൊക്കെ വലിയ കർഷകരാണ്. പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ മണ്ണിനെ ചൂഷണം ചെയ്യാം എന്ന് കണ്ടെത്താണ് അവർ. അവരുടെ സാധനം ചിലവാക്കാനുള്ള കാരണം എന്താ? നമ്മളാരും ആരല്ല,
കർഷകരല്ല. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരാൾ അരി വാങ്ങൂല. കാരണം 2 വിഭാഗം ആളുകളാണ്. ഒന്ന് അടിസ്ഥാന തൊഴിലാളികൾ, 2 കർഷകർ. കർഷകർ അവരുടെ കൂലിയായി കൊടുക്കൽ എന്താണ്? നെല്ലാണ്. പിന്നെ കർഷകർ. പിന്നെ വിളവ് കഴിഞ്ഞാൽ നെല്ലിൻ്റെ 10% എന്തും കൊടുക്കണം? സക്കാത്ത്. കുട്ടി സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? സക്കാത്ത് നിർബന്ധമല്ലേ? 10% വിളവിൻ്റെ 10% ഇവർക്ക് കൊടുക്കും. അതും നെല്ലായിട്ടാണ് കൊടുക്കുക. പിന്നെ കൂലിയും കൊടുക്കും, നെല്ലായിട്ട് കൊടുക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല? അരിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പണിക്കോണോന് അരിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ആവശ്യത്തിനുള്ള അരി എവിടുന്ന് കിട്ടും? റേഷൻ ഷാപ്പിൽ നിന്ന് കിട്ടും. അപ്പം സ്വന്തം നാട്ടിലെ ഈ റേഷൻ ഷാപ്പിൽ നിന്ന് കിട്ടുന്ന അരി തന്നെ നല്ലൊരു ശതമാനം അവർ ഉപയോഗിക്കുക, കന്നുകൾക്ക് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അവരെ വീട്ടിലെ ആവശ്യത്തിനുള്ള അവരെ നാട്ടിലെ നെല്ലും പഴയ നെല്ലും നാട്ടിലെ കൃഷി ഉണ്ടായിരിക്കും. ഇന്നോ നാട്ടിൽ ആരാണ് നെൽകൃഷി ചെയ്യുന്നത്? നെൽകൃഷി എന്ന് പറഞ്ഞാൽ ഇല്ല. ഇപ്പോൾ മലപ്പുറം ജില്ല 957 മലപ്പുറം ജില്ലയാവുന്ന സമയത്ത് ഭൂരിഭാഗം എന്താണ്? 70% നെൽകൃഷിയാണ്. ഇന്ന് 20% നെൽകൃഷിയില്ല, 10% തികയില്ല. എന്തുകൊണ്ടൊക്കെ പോയി? അല്ല, കിട്ടും. ശരി, അത് നിങ്ങൾ ഞാൻ പറഞ്ഞ അംഗീകരിച്ച് കിട്ടും. ഒരു സെക്കൻഡ് ഇല്ലാതെയാലോ? അതേമാതിരി സമയത്ത് കർഷകന് കൊറോണയല്ല, കൊറോണ എന്നാൽ കർഷകന് ഒരു പ്രശ്നമില്ല. എന്താ കർഷകന് പ്രശ്നം? ആളുകൾക്ക് ആശങ്ക. ഇപ്പൊ നെറ്റ് നേരം 1 മണിക്കൂർ കിട്ടിയില്ലെങ്കിൽ ആളുകൾക്ക് ഭയങ്കര ആശങ്ക. ഒന്ന് ഗൂഗിൾ പേ അല്ല അല്ലെങ്കിൽ ഇല്ല. പക്ഷെ ഇത് നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം വച്ച് കിട്ടിയില്ലെങ്കിൽ നെല്ല് കിട്ടിയില്ലെങ്കിൽ എന്നുള്ള ആലോചിക്കേണ്ട ആവശ്യം വരുന്നില്ല. കിട്ടുന്നൊരു ധാരണയാണ്. അത് ഇപ്പൊ ഒരു ആഗോള പ്രതിസന്ധി നിങ്ങൾ വിചാരിക്കണ്ട. ആഗോള പ്രതിസന്ധി വീണ്ടും വരും. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ആഗോള പ്രതിസന്ധി വല്ലാതെ നേരം വൈകാതെ ഭൂമിയെ വീണ്ടും ബാധിക്കും. അത് കൊറോണയേക്കാൾ ഭയാനകമായിരിക്കും. അങ്ങനത്തെ ഒരു ആഗോള പ്രതിസന്ധി വരാൻ പോകുന്നുണ്ട്. ആ ആഗോള പ്രതിസന്ധി അയില കൊണ്ടുപോയാൽ കംപ്ലീറ്റ് കിട്ടും. കുറച്ച് അപ്പുറത്ത് കൂടെ കൊണ്ടുപോയാൽ മതി. അതേസമയം കർഷകന് പ്രശ്നമൊന്നുമില്ല. നമ്മളെ വീട്ടിൽ ഇന്നത്തെ വിഭവങ്ങളൊന്നും ഒരു കാലത്തില്ല. തേങ്ങ ഉണ്ട്, ഉപ്പും കല്ല് കൊണ്ടുവന്നു. ഉപ്പിൻ്റെ കല്ല്, പൊടിയുപ്പല്ല, അയഡിൻ്റെ ഉപ്പല്ല. നെല്ല് പാടത്തുണ്ടാവും, അത് കുത്തും. ഉമ്മനെ കുത്തുമ്പോൾ എന്നൊക്കെ ഇത് ഉമ്മ കുത്താന്നതിന് വലിയൊരു കാര്യമുണ്ട്. കുത്തുന്ന ഉമ്മയാണ്. അതുകൊണ്ട് എന്താണ്, വല്ലാതെ ഒളിപ്പിക്കൂല. ഒന്നുമ്മക്ക് വയ്യ, ഒന്ന് ഒലക്കെടും, ഉമ്മി ഒഴിവാക്കും. ബാക്കി അതിൻ്റെ കവചമായി എന്ത് കിടക്കും അവിടെ? തവിട്. അത് മതി നിങ്ങൾക്ക്. നിങ്ങളെ രോഗം മാറ്റാൻ. അതെ അതെ അതെ, ആ എല്ലാത്തിലും ഉണ്ടായിരുന്നു. അത് ഒറിജിനൽ തവിടാണ്. അല്ലാതെ പാലക്കാടൻ മട്ട എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് പെയിന്റ് അല്ല. മട്ട എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന പെയിന്റാണ് ഭൂരിഭാഗവും. ഞാൻ ഏതെങ്കിലും ബ്രാൻഡിനെ പറ്റി പറയല്ല. നമ്മളെ കുട്ടനാടും പാലക്കാടും ഒക്കെ നെല്ലറാന്ന് വിചാരിക്കുന്നത്. കൊണ്ടുവരുന്ന അരികൾ നല്ലൊരു ശതമാനം എന്തല്ല, അവർ തന്നെ വേണമെങ്കിൽ എവിടുന്നെങ്കിലും ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവർ തൽക്കാലം പെയിന്റ് കയറ്റിയിട്ട് മട്ടയാക്കി വിടുന്നതായിരിക്കാം. പഴയ കാലം നിങ്ങൾ പറയും, വീട്ടിൽ നെല്ലുണ്ട്, നെല്ലുമ്മ കുത്തും, കൂട്ടാൻ വെക്കാൻ ഒന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. വെളിച്ചെണ്ണയും ഉപ്പും ഒന്നിങ്ങനെ കാണിക്കും. എന്നിട്ട് ഉച്ചക്ക് വൈകുന്നേരം ചോറ്. അതെന്താണ് അതിൻ്റെ രസം? കുറച്ച് ചീനാപ്പറങ്കി മുളക്, കാന്താരി എന്നറിയും, ചിലർ ചീനാപ്പറങ്കി എന്നറിയും. ഈ സാധനം ഒരു ലേശം പൊടിച്ചിടും. ഓർമ്മല്ലേ അത്? എന്താണ് അതിൻ്റെ? അന്ന് പിടിച്ചോടുക്ക്. ഇപ്പോൾ ഈ റിസോർട്ടിലൊക്കെ പോയി ഇത് കിട്ടും. പഴയ ചീനാപ്പറങ്കി കഞ്ഞിയൊക്കെ ഇപ്പോൾ ഒരു 5 സ്റ്റാർ ഭക്ഷണമായി മാറി. അതെ അതെ അതെ, കഞ്ഞിപ്പൂള. ഇത് റിസോർട്ടിലൊക്കെ അത് കിട്ടും. അത് നല്ല പൈസ കൊടുക്കണം, വലിയ പൈസ കൊടുക്കണം. കാരണം എന്തുകൊണ്ട് അതൊരു വലിയ മാർക്കറ്റായി മാറി. നാടുകളിൽ അതില്ല. ആ നൊസ്റ്റാൾജിയയുടെ ഭാഗമായിട്ട് റിസോർട്ട് പോയി കഴിക്കും. മധ്യവർഗവും താഴെ വർഗവും അത് ഉപേക്ഷിച്ചു. മണ്ണ് നമ്മളൊരു ആ മാതാവാണ് എന്ന അടിസ്ഥാനം നമ്മൾ മറന്നു. ഇപ്പം പുണ്യ റസൂൽ തന്നെ പറയുന്നത് എന്താ? ഇഹ്ഫദുൽ അർള, നിങ്ങൾ ഭൂമിയെ എപ്പോഴും സൂക്ഷിക്കണം കേട്ടോ. ഫൈനഹ ഉമ്മുക്കും, ഭൂമി നിങ്ങളുടെ മാതാവാണ്. എല്ലാ മണ്ണും മാതാവാണ്. അപ്പം അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ അവിടുന്ന് സാധനങ്ങൾ വരാൻ അവിടുത്തെ ജനങ്ങൾ ജീവിക്കണ്ടേ? അതിന് അവിടുത്തെ മാതാവിനെ അവർ സംരക്ഷിച്ചാൽ മാതാവ് അവരെ സംരക്ഷിക്കും. ഇഹ്ഫദുൽ അർള, നിങ്ങൾ ഭൂമിയെ സൂക്ഷിച്ച് ജീവിക്കണം. ഫൈനഹ ഉമ്മുക്കും, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. വളരെ വൈഡ് കൺസെപ്റ്റാണ്. അതായത് പുണ്യ റസൂൽ പറയാണ്, മാതാവല്ലാത്തൊരു മണ്ണും ഇല്ല, മണ്ണ് നിങ്ങളെ മാതാവാണ്. മണ്ണിനോട് ബന്ധമില്ലാത്തതിന് കാരണം നമ്മളെ നാട്ടിൽ മണ്ണിനോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയത് സത്യത്തിൽ ഗൾഫാണ്. നല്ല വീടും നല്ല സുഖവും സൗകര്യവും ഒക്കെ ഉണ്ടാക്കിയ ഗൾഫാണ്. എന്തിനായിരുന്നു അതൊക്കെ? നല്ല പള്ളിയിലൊക്കെ എന്തിനാ നല്ല പള്ളി? എന്തിനാണ് നല്ല മദ്രസ?
മദ്രസയിൽ ഓല മേഞ്ഞാൽ എന്താണ്? ഓലല്ലല്ലോ പ്രശ്നം നീ അവിടെ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതല്ലേ. അത്ര നേരം നീ ധർമ്മം പഠിപ്പിക്കാൻ നേരമല്ല. സിമന്റിന്റെ കൊട്ടാണ് പള്ളി മുഴുവൻ ഇന്നൊരൊറ്റ ഓഡിറ്റോറിയം പള്ളിയും എന്താ വ്യത്യാസം? ഓഡിറ്റോറിയം പള്ളിയും തമ്മിൽ എന്താണ് വ്യത്യാസം പറ. പഴയ കാലത്ത് അങ്ങനെയല്ല. അകത്തെ പള്ളി മരം കൊണ്ട് നിറക്കും, വാതിൽ കട്ടിലൊക്കെ ഇത്ര വലുപ്പുണ്ട്, ഓർമ്മയില്ലേ? പിന്നെ അതിനൊരു പുറത്തെ പള്ളി, പിന്നെ അതിനൊരു പൂമുഖ പള്ളി. അത്രയും വലിയ സാരീങ്ങൾ വലിയ ആളുകൾ അവരാണ് ആത്തേപ്പള്ളി കയറുക. അവർ രാവിലെ 9 മണി 9:30 മണിയാകുമ്പോൾ ആത്തേപ്പള്ളി നിറയും ഇല്ലേ? ഇന്ന് അങ്ങനെ ആത്തേപ്പള്ളി ഉണ്ടോ? ഇന്നൊരു ഓഡിറ്റോറിയം അല്ലേ? ഇന്ന് AC വെച്ച ഓഡിറ്റോറിയമാണ് എന്ത്? എവിടെയാണ് പള്ളിൻ്റെ ഹുർമത്ത്? AC വെച്ച ഓഡിറ്റോറിയം എന്നതിനപ്പുറം പള്ളി എന്താണ്? പഴയ പള്ളി എവിടെ? ധർമ്മം നീതി എവിടെ? അബൂജഹലടക്കമുള്ള ആളുകൾ പറഞ്ഞു എന്ത്? അനാവശ്യ സമ്പത്ത് കഅബയിലേക്ക് കയറ്റരുത്. അബൂജഹലിനെ പോലത്തെ ആളുകൾ പറഞ്ഞു. അബൂജഹലിനെ പോലത്തെ മുശ്രിക്കുകളാണ് കഅബ പുതുക്കി പണിതപ്പോൾ എന്ത് പറഞ്ഞ്? ധർമ്മത്തിൻ്റെ മേലുണ്ടാക്കിയതല്ലാത്ത ഒരു പണം കഅബക്ക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടല്ലേ കഅബയെ മുക്കാലാക്കിയിട്ട്? അതല്ലേ ഹത്തീം, അതല്ലേ ഹിജ്ർ ഇസ്മായിൽ ഉണ്ടാകാനുള്ള കാരണം എന്താ? ഖുറൈശികളുടെ കാലത്ത് കഅബ പുതുക്കി പണിതപ്പോൾ ഹലാലായ സമ്പത്ത് കൊണ്ട് കഅബ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴോ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? ആ അബൂജഹലിനെ പോലത്തെ ആളുകളെ ധർമ്മബോധം ഇന്ന് നമുക്കുണ്ടോ? നിങ്ങൾ നിങ്ങൾ അബൂജഹലിനെ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുമ്പോൾ മേശറിന്ന് അബൂജഹൽ കണ്ടാൽ പറയാം നമുക്ക് ഇജൊന്നും ഇന്നെ ലഅനത്തുല്ലാഹി ലഅനത്തുല്ലാഹി അല്ലടാന്ന് ചോദിച്ചാൽ എന്താ മറുപടി? കാരണം പള്ളിയിലേക്ക് ഹറാമായ സമ്പത്ത് കയറ്റാൻ പാടില്ല എന്ന് അബൂജഹലിനെ പോലത്തെ ആളുകളെ ധർമ്മബോധം ഇന്ന് നമുക്കുണ്ടോ? നിങ്ങൾ പറയും. ആ അകത്തെ പള്ളി പുറത്തെ പള്ളി ഒരാഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ ലീവ്. എന്നാ? വെള്ളിയാഴ്ചത്തെ ഭയപ്പെടാത്ത ഒരു ജീവിയില്ലാന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. ഇന്റെ വല്ലിപ്പ 100 അല്ല 1000 വട്ടം പറയാൻ കിട്ടും വെള്ളിയാഴ്ച കന്നൂട്ടെടുത്തിട്ടാണ്. ഐറ്റങ്ങൾ ശപിക്കും. എന്തുകൊണ്ട്? ഒരു മൃഗവും വെള്ളിയാഴ്ചയെ ഭയപ്പെടാത്ത ഒരു മൃഗവുമില്ല. ഇല്ല സകലൈൻ, ദോഷികളായ മനുഷ്യനും ജിന്നുകളുമല്ലാത്ത മാമിൻ ഒരു ജീവിയുമില്ല. ഇല്ല വെള്ളിയാഴ്ചയെ ഭയപ്പെടാത്ത ഒരു ജീവിയില്ലാണ്. ഏത് ജീവിക്കും വെള്ളിയാഴ്ചനെ പേടിയും? ദോഷികളായ മനുഷ്യർക്കും ജിന്നുകൾക്കും അല്ലാത്ത എല്ലാവർക്കും പേടിയാണ്. നമ്മളെ നാടുകളിലൊക്കെ ലീവ് എന്നാ? ഒരു കാലത്ത് നമ്മളെ നാടുകളിൽ ലീവ് എന്നാണ്? വെള്ളിയാഴ്ച ലീവ്. പ്രധാനപ്പെട്ട ഊർച്ചാറി നിങ്ങൾക്ക് മനസ്സിലായോ? ഊർച്ച എന്ന് പറയാം, അതായത് ഒരുപാട് കന്നുകളെ പാടത്ത് കൊണ്ടുവന്നിട്ട് നടാൻ ക്ലിയറാക്കുക എന്നാണ് ഊർച്ച എന്ന് പറയാം. ഒരുപാട് കന്നുണ്ടാകുമ്പോൾ 10 ഏക്കർ 20 ഏക്കറൊക്കെ അടിച്ച് എല്ലാവരും കൃഷിക്കാർ കൂടി എൻ്റെ അവിടെയും ഞങ്ങളവിടെയും മറ്റോടത്ത് മറിച്ച് എല്ലാം തന്നെ ഊർച്ച നാറൊക്കെ ഒതുക്കി തന്നെ എൻ്റെ വാപ്പാനൊപ്പം സഹകരിച്ചിരുന്ന ആളുകളെ പോലൊക്കെ. അന്നാ ഏറ്റവും നല്ല തൊഴിൽ ചെയ്യൽ എന്നാണ്? ഞായറാഴ്ച. ഇബ്തഅദല്ലാഹു ഖൽഖൽ സമാവാതി യൗമ അഹദിൻ. അല്ലാഹു തആല. അപ്പം നമ്മൾ ആ മണ്ണിൻ്റെ പഴയ നന്മ മുഴുവനും നഷ്ടപ്പെട്ടു. എല്ലാം നശിപ്പിച്ച ഗൾഫാണ്. പണ്ഡിതന്മാർക്കിടയിൽ തർക്കം ഉണ്ടാക്കിയത് ഗൾഫാണല്ലോ. മുസ്ലിം സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കിയത് ഗൾഫാണല്ലോ. എന്തിനാ പറയുന്നത്? വഹാബിസം. ഈ സാധനം എവിടുന്ന് കയറി വന്നതാ? ഇന്ത്യയുടെ വിത്ത് തന്നെയല്ലേ അത്? എല്ലാം പഴയ പള്ളിയെ നശിപ്പിച്ചതാരാ? ഗൾഫ്. വഹാബിസത്തെ കൊണ്ടുവന്നതാരാ? ഗൾഫ്. പള്ളിയിൽ നിങ്ങൾക്ക് ഒരു ഓഡിറ്റോറിയത്തിന്റെ ഫീലിംഗ് അല്ലേ പള്ളിയിലുള്ളൂ? വൈഫൈ ഒക്കെ ഉണ്ടാവും, എല്ലാ ഫൈയും ഉണ്ടാവും. ഗൾഫ് നല്ലൊരു സാധനയല്ല. ഗൾഫ് എല്ലാം നശിപ്പിച്ചു. ഗൾഫിനെ എന്താ നശിപ്പിച്ചത്? ഗൾഫിനെ നശിപ്പിച്ച പ്ലാസ്റ്റിക്, പെട്രോളും ഓയിലും, സമ്പത്തിന്റെ ധാരാളിത്തം. അത് അടിസ്ഥാനപരമായി എല്ലാ സാധനത്തെയും നശിപ്പിച്ചു. ഇപ്പൊ നമ്മൾ ഇതുപോലും ഇതൊക്കെ ഇപ്പൊ ആധുനിക രീതികളിൽപ്പെട്ടതാണ്. ഈ തോട്ടിൽ വെള്ളം കെട്ടിയിട്ട് എൻ്റെ ബാപ്പി ഞാനും കുട്ടിക്കാലത്ത് എന്താ ചെയ്തിരുന്നത്? ഏത്തം മുക്കും. അങ്ങനെ മുക്കും. നട്ടപ്പാതിരക്കൾ വരും, 3 മണിക്ക് ഇത് വന്നിട്ട് വെള്ളം മുക്കും. അത് കഴിഞ്ഞിട്ട് ഉമ്മ വരും. അന്നൊന്നും നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. ഇന്ന് മനസ്സിലാക്കാൻ കഴിയും. ഉമ്മ അന്ന് ബാല്യക്കാരത്തി പെണ്ണ. എന്നിട്ട് ഉമ്മ ചായ കൊണ്ടുവരും. ഞാനും ബാപ്പി 2 മണി 2:30 മണിക്ക് പോരും. ഉമ്മ ഒരു 3-3:30 മണിയായാൽ ചായയും കൊണ്ടുവരും. ആ ദൂരം, ഇത്ര ദൂരം ഉമ്മാക്കൊരു പേടിയില്ല, തിരിച്ചു പോകാൻ പേടിയില്ല. അന്ന് മനുഷ്യനെ പെണ്ണുങ്ങളെ പേടിപ്പിക്കണ ഒരാൾ ഭൂമിയിലില്ല. ഇന്ന് എല്ലാവരും കോട്ടും സൂട്ടും അണിഞ്ഞ് നടക്കുകയാണ്. എവിടെ സംസ്കാരം?
പഴയ ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവർക്ക് മനുഷ്യത്തെ അറിയും. പഴയ കാലത്തെ ആളുകൾ നല്ലത് തിന്നാണ്, ഇത് യൂറോപ്പാണ് തിന്നണത്. അപ്പം യൂറോപ്പിൻ്റെ സ്വഭാവമേ ഉണ്ടാവുള്ളൂ. ആ യൂറോപ്പിൻ്റെ സംസ്കാരം നമ്മളെ ബാധിച്ചു. പൈപ്പ് പിടിക്കണേ ലേശം കൂടി കയറൂലേ? ഉണ്ട്. ആ വലിയ ചെമ്പ് കൊണ്ട് വലിയ ചെമ്പ് എവിടെ? അപ്പോൾ ഒരു മുസൽമാനെ സംബന്ധിച്ച് കൃഷി തന്നെയല്ലോ ഏറ്റവും ഉത്തമം, ഏറ്റവും അടിസ്ഥാനം അതന്നെയാണ്. എന്തിന് കൃഷി വേണ്ടേ? കൃഷി ഇല്ലാതെ എങ്ങനെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക നഗരത്തിൽ നിന്ന് മദീനയിലേക്ക് പോയി. അത് കാർഷിക നാടല്ലേ? അവിടെയല്ലേ ഹബീബ റസൂലുള്ള വഫാത്തായി കിടക്കണേ. മക്ക മോശമെന്നല്ല, മക്കയിൽ കൃഷിയില്ല. മക്ക വരെ ജീവിച്ചത് 2 നാട്ടിൽ കൃഷിയുണ്ട്, ഷാമിലും യമനിലും. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും 2 നാടുകളിൽ അവർക്ക് യാത്ര ചെയ്യും. ആ യാത്ര ചെയ്യുന്നത് എന്തുകൊണ്ട്? അവിടെ കൃഷിയുണ്ട്, കൃഷിയുള്ളതുകൊണ്ട് കച്ചവടമുണ്ട്. ആ കാർഷിക സാധനങ്ങൾ വാങ്ങിയും കൊടുത്തും കൊണ്ടുവരികയാണ് മക്കയിലേക്ക്. അതുകൊണ്ടാണ് മക്ക ജീവിച്ചത്. മക്കാരുടെ ഉപജീവന മാർഗം എന്താണ്? കാർഷിക രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യലാണ്. മദീനക്കാരുടേതോ ഉപജീവന മാർഗം എന്തെന്നെയാണ്? മദീന തന്നെയാണ്. മദീന കൃഷിയുടെ മണ്ണാണ്. ഒരു കൃഷിയുടെ നാടിനെ റസൂലുള്ളാഹി മദീന എന്ന് പേരിട്ട്. മദീന അർത്ഥം എന്താ? പട്ടണം. പട്ടണത്തെ പട്ടണം എന്ന് പേരിട്ടില്ല, പട്ടണം അല്ലാത്തതിനെ കൊണ്ട് പട്ടണം എന്ന് പേരിട്ടു. പട്ടണമായ മക്കയെ റസൂലുള്ളാഹി പട്ടണം എന്ന് വിളിച്ചില്ല, മക്ക പട്ടണം എന്നേ വിളിച്ചുള്ളൂ. അതേ സമയത്ത് മദീന കാർഷിക നാടാണ്, എന്തല്ല പട്ടണമല്ല, അതിനെ പട്ടണം എന്ന് വിളിച്ചു. എന്തുകൊണ്ട്? എല്ലാ നന്മയും അവിടെ വിളയണം. അവിടെ വിളഞ്ഞത് കൃഷിയാണ്. ആ ജനങ്ങളെ റസൂലുള്ളാഹി കൂട്ടിയത്, അവരാണ് റസൂലുള്ളാഹിനെ സഹായിച്ചത്. ഏറ്റവും സൂക്ഷ്മതയുള്ള വരുമാനം ജീവിതമാർഗം കൃഷി തന്നെയല്ലേ മുസൽമാനെ സംബന്ധിച്ച്? 100%. എന്തുകൊണ്ട്? ഇപ്പം കച്ചവടത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ പുറത്തുനിന്ന് വരുമ്പോൾ ആ ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനം നിങ്ങൾക്ക് അറിയൂല. കൃഷി നിങ്ങളെ മണ്ണിൽ കൃഷി ചെയ്ത്, ഇപ്പം നമ്മൾ തന്നെ നമ്മളെ വീട്ടിൽ വരുന്ന ഒരു അതിഥിക്ക് ഒരു വാഴപ്പഴത്തിൻ്റെ ഒരു ചീർപ്പെടുത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പറയുന്നത് നമ്മളെ തോട്ടത്തിൽ ഉണ്ടായതാണ് കേട്ടോ, ധൈര്യമായിട്ട് കഴിച്ചോളൂ. അതിൻ്റെ അർത്ഥം എന്താ? ഏറ്റവും പ്യൂറാണ്. അത് ഞങ്ങൾക്കറിയാം. അതിൽ വളം ഇട്ടിട്ട്, അത് ജൈവ വളം ഇട്ടിട്ടുള്ളൂ, അതിൽ കെമിക്കൽ ഇട്ടിട്ടില്ല, നിങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചോളൂ. അപ്പം നമ്മളുടെ കൃഷിയാകുമ്പോൾ നമുക്ക് ധൈര്യമുണ്ട്. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും എൻ്റെ അനന്തര സ്വത്ത് നോക്കിയാൽ ഹജ്ജിന് പോകാൻ നല്ലത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് നിങ്ങൾക്ക് ഉറപ്പാണ്, അതിൽ ആറാമ കൂടിയിട്ടില്ല. മറ്റേ പരമ്പരാഗതമായി എന്ത് വന്നു നല്ലവർ തന്നെ ആയിരുന്നു, എന്നാലും നിങ്ങൾക്ക് ഉറപ്പില്ല. അപ്പോൾ എപ്പോഴും നല്ലത് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയത് തന്നെയാണ്. ഒരാൾക്ക് കഴിക്കാൻ കൊടുക്കുകയാണെങ്കിലും എല്ലാം. ഇപ്പം നമ്മൾ പഴയ കാലത്ത് എന്തില്ല, ഞാൻ പറഞ്ഞു, നമ്മൾ പഴയ കാലത്ത് നെയ്ച്ചോറിൻ്റെ അരി വരെ വാങ്ങൂല, അത് ചീരോത്തരി എന്ന് പറയും, വാസനയുള്ള ടൈപ്പ് അരി നമ്മളുടെ സ്വന്തം മണ്ണിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിരുന്നു. ഇത് ബാപ്പ റബീഉൽ അവ്വലിന് മൗലിദ് ഉണ്ടാക്കാൻ വേണ്ടി ചീരനെല്ല്, നല്ല വാസനയുള്ള ചീരനെല്ല് ഉണ്ടാക്കിയിരുന്ന കണ്ടത്. പിന്നീട് തെങ്ങ് വെച്ചതാ. ഒന്നും നമുക്ക് വാങ്ങാനില്ല, സ്വയം പര്യാപ്തരാണ്. നെയ്യ്, വെളിച്ചെണ്ണ തേങ്ങാട്ടിയാൽ കിട്ടും, നെയ്യ് പശു ഉണ്ടാവും. ആകെ നമ്മൾ പറയാ, പഴയ കാലത്ത് ഒരാൾ പണിക്കുകയാണെങ്കിൽ പറയാം ഉപ്പും മുളകും വാങ്ങണ്ടേന്ന്, അരി വാങ്ങണ്ടേന്ന് പണ്ടത്തെ കാലത്ത് പറയേയില്ല. പണ്ടൊരാൾ കൃഷി ചെയ്യണേ, ഇജ്ജ് രാവിലെ തന്നെ കൈക്കോട്ടെടുത്തു, വൈകുന്നേരമായ ഉപ്പും മുളകും വാങ്ങണ്ടേ. പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു സാധനം പഴയ കാലത്ത് എന്തേ ഉള്ളൂ? ഉപ്പും മുളകും. അല്ലാണ്ടാ ഇന്ന് ഈ ആധുനിക കൃഷിയിൽ കൂടുതൽ പൈസ ഉപയോഗിക്കണ ഈ ഹോസ്പിറ്റലിന് വേണ്ടിയല്ല. അന്ന് ഈ പ്രശ്നമില്ലല്ലോ, ഹോസ്പിറ്റലും കുറവല്ലേ? അതെ, ഹോസ്പിറ്റൽ ഇല്ല തന്നെ പറയാം. അപ്പൊ ഭക്ഷണത്തിന്റെ ടൂറിസ്റ്റ് നഷ്ടപ്പെട്ടു. അപ്പൊ ആദം നബിയുടെ കാലം മുതൽ ഈ നമ്മളൊക്കെ ജനിക്കുന്നത് വരെയും നാട്ടിൽ എന്തില്ല? ഹോസ്പിറ്റലില്ല. നമ്മളൊക്കെ ജനിക്കുന്നത് വരെയും ഹോസ്പിറ്റൽ ഇല്ല. മൂത്തേടം പഞ്ചായത്ത് ആശുപത്രി ഇല്ല, നിലമ്പൂരേ ഉള്ളൂ ഞാൻ ജനിക്കണ കാലത്ത്. എന്തുകൊണ്ട്? ആശുപത്രിയുടെ ആവശ്യം ജനങ്ങൾക്കില്ല. നാട്ടുവൈദ്യം, ചെറിയ രോഗങ്ങൾ ഉണ്ടാവും, അത് നാട്ടുവൈദ്യം എന്തെങ്കിലും ഒരു ഒറ്റമൂലി കൊടുത്താൽ അത് മാറുകയും ചെയ്യും. പിന്നെ അധ്വാനിക്കുന്നവർക്ക് നല്ലോണം വയറ്റുന്നു പോകുന്നവർക്ക് രോഗം കുറവാകും. ഇന്ന് ആളുകളുടെ രോഗത്തിനൊരു കാരണം എന്താ? മലം കെട്ടി നിൽക്കും. എല്ലാ രോഗത്തിൻ്റെയും അടിസ്ഥാനം മാ മലഅബ്നു ആദമ ബിആഅൻ ശർറൻ മിൻ ബത്നിഹി,
പുണ്യ റസൂല് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നത്തെ ഈ ഒറിജിനൽ ഭക്ഷണം കഴിക്കണോണ്ടാണ് ഈ ആരോഗ്യ പ്രശ്നം ഇല്ലാതെ വന്നത്. ഇല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞുതരാം, നല്ല ഭക്ഷണം അവർ മന്തിയോ ബിരിയാണിയോ ബ്രോസ്റ്റോ കഴിക്കണില്ല, കെട്ടി നിൽക്കൂല, ശരിക്ക് പോകും. അവർ കഴിക്കണ പൂള, കാച്ചില്, നാടൻ നെല്ല്. അപ്പൊ സ്വാഭാവിക ചക്ക, മാങ്ങ, വഴുതനങ്ങ, വെണ്ടക്ക ഇതൊക്കെ മലം ഡും പോയിക്കൊള്ളും. 3-3.5 മണിക്കൂറായ ബാറ്റിനാണ് പോകും. ഇന്നിപ്പോൾ നിങ്ങൾ ദിവസങ്ങളായി കഴിച്ച ആ കെമിക്കലിൻ്റെ അവശിഷ്ടങ്ങളെ വായിച്ചത്. പിന്നെ നിങ്ങൾക്ക് രോഗമില്ലാതെ എന്താ ഉണ്ടാക്കണത്? മാമല അബിനു ആദമ ബിയാൻ ശർമിൻ ബത്നിഹി. സ്വന്തം വയറിനേക്കാൾ അപകടകാരിയായ പാത്രം മനുഷ്യൻ്റെ കയ്യിലില്ല എന്നല്ലേ പറഞ്ഞത്? സ്വന്തം വയറിനേക്കാൾ അപകടകാരിയായ ഒരു പാത്രത്തെ മനുഷ്യൻ നിറച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ എത്ര അപകടകരാണ് അത്. ഇത് നിറഞ്ഞു കിടക്കാണ്. എന്താണ് ഇതിലുള്ളത്? മലം. അതിങ്ങനെ കെട്ടിക്കിടക്കാണ്. ഓരോരുത്തർ പള്ളത്ര വലിയതാണ്, പള്ള ഇമാമുക്കും. എന്താണ് ഈ പള്ള വലുതാകാനുള്ള കാരണം? 2 എണ്ണം. 1, അവന് എന്ത് ചെയ്യൂല? അധ്വാനിക്കൂല, ഓടണം. നിങ്ങൾ രാവിലെ എണീറ്റിട്ട് 4 മണിക്ക് എണീറ്റിട്ട് നിങ്ങളെ അകത്തെ കൂടുതൽ 10 വട്ടം നടന്നതിന് ശേഷം നിങ്ങളൊന്നും ടോയ്ലറ്റ് പോയി നോക്കാണ്, ഒരു സുഖം ഉണ്ടാവും. എങ്കിൽ തലേ നിങ്ങൾ കന്ന് പൂട്ടിക്കണമെങ്കിൽ 12-1 മണിയാകുമ്പോഴത്തേന് കക്കൂസ് കൊണ്ടിരുന്നു. പിന്നെ കഴിഞ്ഞിട്ട് റാഹത്താര ഉറക്കം. 2 ഉറക്കം ഉണ്ടായിരുന്നു അക്കാലത്ത്. നിങ്ങൾ കഴിക്കണ കോഴി കാരണം നിങ്ങൾക്ക് പിരാന്താകാത്തത് കൊണ്ട് നിങ്ങൾ 1000 വട്ടം അൽഹംദുലില്ലാ ദിവസം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് പിരാന്താകാത്തതിന് നിങ്ങൾ 1000 വട്ടം അൽഹംദുലില്ലാ എന്ന് പറയും. എന്തുകൊണ്ട്? നിങ്ങൾ കഴിക്കണ കോഴി എന്ന് പറഞ്ഞാൽ 60 ദിവസം അങ്ങനെ നിന്നതാണ്. അൽഫാം കഴിച്ചാൽ അതിൻ്റെ മുമ്പ് ഇത് ഇങ്ങനെ ഒരു ജീവി 40-60 ദിവസം ഇങ്ങനെ ആ ജീവിക്ക് എന്താണ്? പ്രാന്ത്. അപ്പം പ്രാന്ത് പിടിച്ച ജീവിയാണ് നിങ്ങൾ കഴിക്കണത്. പഴയ കാലത്തെ കോഴികളെന്താ? ഓടും. അല്ലെ അങ്ങനെ തന്നെയല്ലേ? ഒന്നങ്ങോട്ട് ഓടിയ ഒരു കോഴി മറ്റേ ചേവലിന് പിന്നാലെ പെട്ടൻ്റെ പിന്നാലെ കോവലോടി ഇല്ലേ? ചേവന് രക്ഷപ്പെടാൻ വേണ്ടി പെട്ട ഓടി. ഈ ഓട്ടുന്നല്ലേ കോഴികൾ. എന്താ ആ കോഴി കഴിച്ചാൽ പിന്നെ എങ്ങനെ വയറ്റ് നോക്കാതിരിക്കണ്? ഇന്നോ ജീവിതത്തിൽ ഒരിക്കലൊന്നും ഓടിയിട്ടുണ്ടോ ഈ കോഴി? ഈ കോഴി ഇങ്ങനെ ഒരാൾ വീട്ടിൻ്റെ ചുമരും പിടിച്ച് ഈ നൃത്തം നിന്നാൽ പഴയ കാലത്ത് എന്താ ഓനെ പറ്റി പറയാ? നല്ല മനുഷ്യനാണ്. ഓനിപ്പോ പിരാന്തായി. അപ്പം നമ്മൾ ഇന്ന് കഴിക്കണം മൊത്തം കോഴിക്കും എന്താണ്? പിരാന്താണ്. പിന്നെ എന്താ ഉപദ്രവിക്കാത്തത്? ഉപദ്രവിക്കാൻ അതിന് കഴിവില്ല. അതിന് മാനസിക ഭ്രമുണ്ട്. ആർക്ക്? കോഴിക്ക്. ഇന്നെന്തിനാണ് പടച്ചോന്ന് പിടുത്തം കിട്ടാത്ത ഒരു ജീവി ഈ ലോകത്തുള്ള ഈ ബ്രോയിലർ കോഴിയാണ്. അതിനങ്ങൾ ഓടിച്ച് പിടിക്കണ്ട. അതിനെങ്ങനെ പിടിച്ചിട്ട് ചാക്കിലിട്ടാൽ മതി, അത് ഓടൂല. പഴയ കാലത്ത് ഒരു കോഴിനെ ഇറക്കം കിട്ടണമെങ്കിൽ നമുക്ക് എത്ര പാടാ. എന്തുകൊണ്ട്? കിലോമീറ്ററിൻ്റെ അത്ര ഓടിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പഴയ കാലത്തെ കന്നുകൾ വിട്ടാക്കും. പശുവിൻ്റെ പാലിൽ എന്തൊക്കെ ആരോഗ്യകരമായ കാര്യങ്ങൾ ഉണ്ടാവും. ഇന്നത്തെ പശുവിൻ്റെ പാലിൽ എന്താ ഉള്ളത്? എവിടെ ഈ പശു ഇങ്ങനെയൊക്കെയാണ് കിടക്കാൻ നിൽക്കുക. എത്ര ജനിച്ച മുതൽ അങ്ങനെയാണ്. എന്നെങ്ങനെ വിട്ടാക്കിയിട്ടുണ്ട്? ഈ പാല് കുടിച്ചാൽ നിങ്ങൾക്ക് ഭ്രാന്തല്ലാതെ എന്താ ഉണ്ടാവുക? നിങ്ങൾ പറയുന്നുണ്ടല്ലോ പാക്കറ്റ് പാലല്ല, ഇതെന്താണ്? വീട്ടിലെ പാല. വീട്ടിലെ പശുവോ? വീട്ടിലെ പശുവിന് നമ്മൾ പുണ്ണാക്ക് കൊടുക്കും, അനങ്ങൂല. അത് കൊടുക്കും. അതന്നെ നാച്ചുറലെല്ലാം നശിപ്പിച്ചു. യൂറോപ്പ് നശിപ്പിച്ചു. യൂറോപ്പിനെ അറബികൾ ഒസ്താശ ചെയ്തു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ മൊത്തം നശിച്ചു. കൃഷി ഇല്ലാതായി. കൃഷി അല്ലാതായി. പഴയ കാലത്തെ ഒരു തെങ്ങിൻ തൈ കൊണ്ടുവന്ന് വെച്ചാൽ ഇന്ന് മണ്ണിൽ വിളയൂല. ഭൂമി തരം മാറ്റലുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ പഴയ കാലത്തെ കൃഷിഭൂമി മുഴുവനും മറ്റു രൂപത്തിലേക്ക് മാറ്റില്ലേ. ഇതൊരു കാലത്ത് നമുക്ക് വലിയ ജലക്ഷാമവും അത് മുഖേന ഒരു സമൂഹം നശിക്കാനും കാരണമാവും. 100% കാരണമാവും. 100% കാരണം. ശരിക്കും ഒരു നമ്മളെ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഭൂമിനെ എപ്പോഴും ഹയാത്താക്കി കൊണ്ട് ജീവിപ്പിച്ചുകൊണ്ട് നിൽക്കണം. തീർച്ചയായും. എന്തായി അവിടെ എന്താ? എന്നാ പിന്നെ ഇവിടെ ഒന്ന് ഓഫാക്കണം. ഇർഷാദേ ഇതൊന്ന് ഓഫാക്ക്. അതുകൊണ്ട് എൻ്റെ കൃഷി ഇല്ലാതായി, എല്ലാം ഇല്ലാതായി, ഒന്നുമില്ല. ഒരു ഊഷരമായ ഒരു ഭയാനകമായ ഒരു കാലത്തേക്കാണ് നമ്മളെ കുട്ടികൾ. സവാള വന്നിട്ട് തന്നെ ഒരു 60 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് സവാളയെ അന്നത്തെ ഉമ്മമാർ വിളിച്ച് ബോംബായുള്ളി എന്ന് പറയാനോ അത് ബോംബെയിൽ നിന്ന് വരുന്നതാണ്. നമ്മളെ നാട്ടിൽ ആ ഉള്ളില്ല. നമുക്ക് തമിഴ്നാട്ടിൽ പരിചയമുള്ളൊരു ഉള്ളിയാണ് ചെറിയുള്ളി. ആ ചെറിയുള്ളിലാണ് നമ്മളെ നാട്ടിലുണ്ടായിരുന്നത്. വലിയ ഉള്ളി ഇല്ല. വലിയ ഉള്ളി 100 കൊല്ലമായിട്ടില്ല വന്നത്. തക്കാളി വന്നിട്ട് 100 കൊല്ലമായിട്ടില്ല. തക്കാളി 960-കൾക്ക് ശേഷം വന്നത്.
തക്കാളി നല്ല ആണ്, പക്ഷെ അതൊന്നും ഇന്ത്യൻ വിഭവമല്ല. പിൽക്കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് കയറി കൂടിയ സാധനങ്ങളാണ് അതൊക്കെ. അതെ, പക്ഷെ ആ സാധനം ഇപ്പൊ നാശായി. ഇന്ന് തക്കാളി നിങ്ങൾ മണിക്കൂർ കണക്കിന് ചൂടാക്കിയാലും കലങ്ങൂല, അങ്ങനെ കിടക്കും. ചിലത് നമ്മൾ കടിച്ച് പൊട്ടിച്ച് തിന്നണം. ഒരു ബിരിയാണി വെച്ച് കഴിഞ്ഞിട്ട് തക്കാളിൻ്റെ കുറ്റി അങ്ങനെ കിടക്കുക. അത് തക്കാളി അല്ലാത്തതുകൊണ്ടാണ്. തക്കാളി കലങ്ങും. പണ്ട് വിത്ത് മുളച്ചാലും തക്കാളി ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ വിത്ത് മുളക്കിന് റീപ്ലാന്റേഷൻ എന്ന സംഗതി അവര് തരുന്ന വിത്തേ രണ്ടാമത് പറ്റുള്ളൂ. രണ്ട് റിങ് ഇതുവരെ ആയിട്ട് പോയിട്ടു. ഉസ്താദേ, ഇപ്പോൾ ലോകത്ത് പട്ടിണി ഉണ്ടെങ്കിലും കാർഷികോൽപാദന മേഖലയിൽ ഒരുപാട് മുന്നിട്ട് നിൽക്കല്ലേ, അതേപോലെ തന്നെ ജനസംഖ്യാ വർധനവിലും. ഇനി തിരിച്ചൊരു കൊടുംപട്ടിണിയിലേക്ക് ലോകം നീങ്ങുമോ? കാർഷികോൽപാദനം നിൽക്കുമോ? ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം നിലച്ചു പോണൊരവസ്ഥ ഉണ്ടാവുമോ? അതായത് അതൊക്കെ സ്വാഭാവികമായും സംഭവിക്കാം. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, ഉദാഹരണം പറയാം, ഓരോ നാടുകളിലും വ്യത്യസ്ത വിത്തുകൾ, വ്യത്യസ്ത ഇനങ്ങൾ, വ്യത്യസ്ത കൃഷികൾ, ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ലാഭകരമായ കൃഷി കോർപ്പറേറ്റുകൾ ചെയ്യാൻ. അപ്പോൾ ആ വിളവ് നശിക്കാനും ഇല്ലാതാകാനും ഒക്കെ സാഹചര്യങ്ങൾ പണ്ടത്തെക്കാൾ കൂടുതലാണ്. പണ്ട് ഒരു നാട്ടിലെ കൃഷി ഇല്ലെങ്കിൽ അടുത്ത നാട്ടിൽ കൃഷി നിലനിൽക്കും. പണ്ട് കൃഷി വൈവിധ്യം ഉണ്ടായിരുന്നു. ഇന്ന് വൈവിധ്യം ഇല്ല. ഇന്ന് ലാഭകരം എന്താണോ അതിനെയാണ് കോർപ്പറേറ്റുകൾ ചെയ്യുക. ആരാണോ ഒരു രാജ്യത്തെ ഏറ്റവും വലിയ ധനാഢ്യൻ, അയാളാണ് ആ രാജ്യത്തെ ഏറ്റവും വലിയ കർഷകൻ. അപ്പോൾ അതാണ് ഇന്നത്തെ കൃഷി സംവിധാനങ്ങൾ. പിന്നെ കൃഷിയിൽ ഒന്നും സാധാരണക്കാരൻ്റെതായി സ്വന്തമല്ല. ഇപ്പോൾ കൊടുംപട്ടിണി വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. നമ്മൾ കൃഷിക്കാരായിരുന്നെങ്കിൽ നമ്മൾക്ക് കൊറോണ പ്രശ്നമില്ലായിരുന്നല്ലോ, നമുക്ക് കിറ്റ് കൊടുക്കേണ്ടതില്ലായിരുന്നല്ലോ സർക്കാരിന്. അങ്ങനത്തെ ഒരു കാലത്താണ് കൊറോണ വന്നതെങ്കിൽ, എന്നിട്ടും സർക്കാരിൻ്റെ കിറ്റുകളേക്കാൾ നമ്മൾ അതിജയിച്ചത് നമ്മളെ പറമ്പിൽ ചക്ക മാങ്ങ അതല്ലേ കൊള്ളലും കൊടുക്കലും നമ്മൾ നടത്തിയത്. അപ്പം നമ്മുടെ തന്തായി സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അത് ഇന്നില്ല. ഇപ്പോൾ കർഷകരുടെ മക്കൾ വരെ ബാംഗ്ലൂരും ഡൽഹിയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും കർഷകരാണ്. എത്ര ഗ്രാമങ്ങൾ തന്നെ ഇല്ലാതായി. കാരണം വലിയ വലിയ കൃഷി നടന്നിരുന്ന ഗ്രാമങ്ങൾ. അപ്പം ഞാൻ പറയണേ, വേട്ടക്ക ഒക്കെ ഒരു മകൻ ക്ഷേത്രത്തിൻ്റെതാണ്. നിലമ്പൂർ പരിസരത്തുള്ള ഏകദേശ ഭൂമികളെല്ലാം ജന്മികൾ അവരായിരുന്നു. ഇന്ന് അവരുടെ കയ്യിൽ 1969 ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ അവരുടെ കയ്യിൽ ഭൂമി ഇല്ലാതായി. ഒന്ന്, അവർ തന്നെ നാട്ടിലും ഇല്ല. ഒരു കാലത്തെ ജന്മിയുടെ മക്കളിപ്പോൾ നാട്ടിലില്ല. അമേരിക്കൻ കാനഡയിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവർ സെറ്റഡായി. പഴയ കാലത്തെ വലിയ വലിയ കർഷകർ ഇന്ന് നാട്ടിലില്ല. ഇടത്തരം കർഷകരില്ല. സാധാരണ കർഷകൻ്റെ മക്കളൊക്കെ യൂറോപ്പിലേക്കും മറ്റും കുടിയേറി. 100 വിളവുണ്ടായിരുന്ന ഒരു കാലത്തെ നമ്മുടെ ഗ്രാമങ്ങൾ ഇന്ന് ഒന്നുമില്ലാതെയായി. പഴയ കാലത്തെ കർഷകൻ ശരിക്ക് ഒരു പ്രകൃതിയെ തന്നെ എല്ലാം പോറ്റി വളർത്തുന്ന ഈ ജീവജാലങ്ങളും സൂക്ഷ്മജീവികളെയും. ഒന്ന്, രണ്ടാമത്തത് ഇന്ന് അങ്ങനത്തെ സൂക്ഷ്മജീവികളും ഇല്ലാതെയായി. സൂക്ഷ്മജീവികൾ ഇല്ലാതെയായപ്പോൾ ആ ചെറുജീവികൾ രാസവളത്തിന്റെയും കീടനാശിന്റെയും ഉപയോഗം ഭൂമിയെ ശരിക്കും മരിപ്പിച്ചു. പിന്നെ മാവോ സേതുങ് കാർഷിക നിയമം കൊണ്ടുവന്നു ചൈനയിൽ. പിന്നെ അതിനുശേഷം എന്തായി? കൃഷി കൂടാൻ വേണ്ടിയിട്ട് ചെറുജീവികളെ കൊല്ലാൻ കൽപ്പിച്ചു. ചെറുജീവികളെ മുഴുവൻ കൊന്നു. സത്യത്തിൽ കൃഷിയിലെ വിലയിൽ നിന്ന് കഴിക്കുന്ന ഈ സാധനങ്ങളായിരുന്നു ആ കൃഷിയെ നിലനിർത്തിയിരുന്നത്. അതോടുകൂടെ ചൈനയിൽ കൃഷി നശിച്ചു. ചെറിയ ചെറിയ ജീവികളെ കൊല്ലാൻ മാവോ സേതുങ് കൽപ്പന കൊടുത്തു. അത് കാരണം കൃഷിയിടങ്ങളിലുള്ള ചെറിയ ജീവികളെ കൊന്നു, കിളികളെ കൊലപ്പെടുത്തി, അങ്ങനെ പലതും ചെയ്തു. പിറ്റേത്തെ വർഷം കൃഷി ഇല്ലാതായി. അന്ന് അറിയൂല. അങ്ങനെ കൃഷി നശിച്ചപ്പോൾ കൊടും പട്ടിണിയിലായി ചൈന. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കണതല്ല സത്യത്തിൽ കൃഷിയെ ജീവിപ്പിക്കുന്നത്. ഈ ചെറിയ ജീവികൾ ഇല്ലാതെയാവുന്നത് വലിയ ആപത്താണ്. ഇപ്പം നമ്മളെ പുതിയ കാലത്ത് അങ്ങനത്തെ ജീവികളേ ഇല്ല. അതെല്ലാ സസ്യങ്ങളും അടുപ്പിച്ച് ചെയ്യുക. അർഹതയുള്ള ചോദിക്കുന്നപ്പോൾ നമ്മളിപ്പോൾ വാഴത്തോട്ടം മാത്രമല്ല, അത് തെങ്ങിൻ തോട്ടം. അപ്പോൾ മിയാവാക്കിയിൽ എല്ലാ ഇതൊന്നും അകലൊന്നുമില്ല, ഒക്കെ കുഴിച്ചില്ല. അല്ല, അതിജീവിക്കുന്നതിനെ നിലനിർത്താൻ ഒരു ഡാർവിനിസം. ഇതാണ് അർഹതയുള്ളവനെ അതിജീവിക്കട്ടെ എന്നല്ല
ഈ മണ്ണിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് എന്തൊക്കെ പരിചയം ഇതുണ്ടല്ലോ ബോൺസായി കഷ്ടമാണ്. അപ്പം അവസാന കാലഘട്ടത്തിൽ ഫിത്തനകൾ അധികരിച്ചാൽ, ഫിത്തനകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടു പോവാ, അതൊക്കെ അതിനർത്ഥമുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പുണ്യ റസൂൽ പറഞ്ഞില്ലേ, മങ്കാനത്ത് ലഹു അർളുൻ ഫല്യല്ല ഹഖബി അർളിഹി, ഓരോരുത്തരും മണ്ണുണ്ടെങ്കിൽ മണ്ണിലേക്ക് ചേർന്നുകൊള്ളട്ടെ, കൃഷി ചെയ്യണം. അപ്പോൾ അവസാന കാലത്ത് ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്? കൃഷി. ഇത് പുണ്യ റസൂലിൻ്റെ കൽപ്പനയാണ്. അങ്ങനെ ഞങ്ങൾ ജീവിക്കൊള്ളൂ എന്നാ പറഞ്ഞു. മങ്കാനത്ത് ലഹു അർളുൻ ഫല്യൽഹഖ് ബി അർളിഹി, അവൻ്റെ കയ്യിൽ ഭൂമി ഉണ്ടെങ്കിൽ അവൻ ആ ഭൂമിയിലേക്ക് ചേർന്ന് കൊള്ളട്ടെ. യൽഹഖ് എന്നാ പറഞ്ഞത്. ഈ ലഹിക്ക എന്ന് പറയുകയാണെങ്കിൽ അങ്ങോട്ട് അതിലാണ്ട് ലയിക്കന്നെ. ശരിക്കും പഴയകാല കർഷകർക്ക് ഇന്നുള്ളതിലേറെ മാനസിക വിശാലത, പരസ്പര സഹകരണം കൊടുക്കാനുള്ളൊരു ടെൻഡൻസി, ഇതൊക്കെ അല്ലേ ഇനി? നല്ല പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് കണ്ട് കൃഷിപ്പണി നടത്തുക. അതെ. അപ്പൊ ശരിക്കും ഈ കൃഷി മനുഷ്യനെ വിശാലതയിലേക്ക് നയിക്കല 100%. നമ്മളെ വീട്ടിൽ കൊല വെട്ടുമ്പോൾ ഒരു 4 കായ അവിടേക്ക് 4 കായ അവിടേക്ക് താഴെ ഭാഗത്ത് അതിന് വെട്ടിയിട്ട് നേരെ പള്ളിയേക്ക് നാളെ ജുമയാണ് അവിടെ ലേലം വിളിക്കാൻ ഇല്ലേ? ഇതൊക്കെ ചെയ്തിരുന്നു ദർസിലെ കുട്ടികൾക്ക്. അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ? നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നില്ല, നമുക്കത് ഉണ്ടാവില്ല. നമ്മളെ മണ്ണിലുണ്ടാകണം. നമ്മളെ മണ്ണിൽ നമ്മളൊരു വാഴക്കൊല വാങ്ങിക്കൊടുത്താൽ കൊണ്ടുവന്ന് അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചാൽ അത് കൊടുക്കണമെന്ന് തോന്നൂല. അതേസമയം നമ്മളെ മണ്ണിൽ അത്രയല്ല, അതിൻ്റെ പകുതി കൊല ഉണ്ടായാലും അതൊരാൾ കഴിക്കാൻ നമുക്ക് സന്തോഷം ഉണ്ടാവും. എന്തുകൊണ്ടാണ്? നമ്മളെ 2 കൈ കഴിച്ചോളൂ. സത്യമല്ലേ? ഈ ആധുനിക കൃഷി രീതിയും മോഡേൺ മരുന്ന് പ്രയോഗം കൊണ്ട് ഒരുപാട് ഔഷധ സസ്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു. പണ്ട് നമ്മളെ വീട്ടിലെ ആവശ്യത്തിനുള്ള ഏകദേശം മരുന്നുകളൊക്കെ നമ്മളെ പറമ്പൊന്നും പാടത്തുനിന്നും ശേഖരിച്ച് ഉമ്മമാർ തന്നെ ഉണ്ടാക്കി തരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്തിനും അന്ന് അവർക്ക് അത് അറിയും ഔഷധങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ പറയട്ടെ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് അപ്പാറ സാധനം ഉണ്ടായി, പിൽക്കാലത്ത് നമ്മുടെ നാട്ടിൽ വന്ന സാധനം. പക്ഷെ അത് മണ്ണിൽ മുളച്ച ചെടിയായതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം എന്ത് മുറിയും കമ്മ്യൂണിസ്റ്റ് അപ്പം ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ തേച്ചു കൊടുത്താൽ മതി. വേറെ സൈസ് അപ്പ ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് അപ്പ അല്ലാത്ത വേറെ നാടനപ്പ. എത്ര ആ പറമ്പിലുണ്ടായിരുന്നത് അതൊക്കെ പോയി. എന്താ പറയുന്നത്? പുളിവണ്ടാറ് സാധനം ഉണ്ടായിരുന്നു പഴയ കാലത്ത്. ആ വെണ്ടക്ക പോലെ തന്നെ. അത് അതിൻ്റെ എതളുകൾ നല്ല ചുവന്ന എതളുകളാണ്. അത് മത്തിയിൽ അതിട്ടാൽ അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇത് ഞാൻ കുറച്ച് പണി ഉണ്ട്. ആ പണി കഴിഞ്ഞിട്ട് വേണം ഇവിടെ ഒരു കിണർ കുത്തണം. ഇവിടെ ഒരു കിണർ കുത്തിയിട്ട് അതിലേക്ക് അവിടുന്ന് ആ തോട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് കറണ്ട് എടുക്കുക. ആയുസ് കൂട്ടാനുള്ള മാധ്യമങ്ങളൊന്നും മനുഷ്യൻ്റെ കയ്യിലില്ല. പക്ഷെ ആരോഗ്യം കൂട്ടാനുള്ള മാധ്യമം മനുഷ്യൻ്റെ കയ്യിലുണ്ട്. രോഗങ്ങൾ ഒരളവോളം മനുഷ്യൻ ശ്രദ്ധിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്നതാണ്. ബാക്കി പഠിച്ചവനറിയാം. അതേ സമയത്ത് ജീവിതശൈലി രോഗങ്ങൾ അതേ അളവിൽ ഈ മനുഷ്യന്മാർക്ക് ആരോഗ്യത്തോടെ കൂടെ ഇരിക്കാൻ എന്നും അധ്വാനിച്ചാൽ മതി. എന്നും അധ്വാനിക്കുക. അത് നമ്മളെ ആളുകൾക്ക് ഇപ്പം അറിയില്ല. ഇപ്പം നമ്മൾ ഇതൊക്കെ അതൊക്കെ നട്ടുണ്ടാക്കിയ ബാപ്പയാ മരിച്ചുപോയി. ആ സത്തൊക്കെ ബാപ്പാക്ക് ഇപ്പം കൂലിയാണ്. ഒരാൾ കഴിച്ചാൽ കൂലിയാ. ഇപ്പം യക്കുലു മിൻഹു ഇൻസാനുൻ ഔ തഗ്റുൻ ഔ ബഹീമത്തുൻ, തണൽ കൊണ്ടാ കൂലിയാ. വെറുതെ ഇരുന്നിട്ട് ഈ മൊബൈൽ മാന്തിയിട്ട് എന്ത് കിട്ടാനാ? ഒരു പെണ്ണ് എന്ത് ചെയ്തു? ആകെ 3 സെൻറ്റേ ഉള്ളൂ എങ്കിൽ അവിടെ 2 തെങ്ങിൻ തൈ നട്ടുപിടിപ്പിച്ചു. ജാരിയ സ്വതക്കല്ലേ. പിന്നെ അതിന് വീണ തേങ്ങ കൊണ്ട് അത് വിത്താക്കി അടുത്ത തലമുറ തെങ്ങ്. അപ്പം അതും കൂലിയല്ലേ? ഖിയാമത്ത് വരെ കൂലിയല്ലേ? ലോകാവസാനം വരെ ആ പെണ്ണിന് കൂലിയല്ലേ? എന്താണ് പെണ്ണുങ്ങൾ? അതൊന്നും പഴയ കാലത്ത് അതൊക്കെ വലിയ കാര്യം. നമ്മൾ കഴിക്കുന്നത് നമ്മുടേതല്ല, നമ്മൾ ചെയ്യുന്നത് നമുക്ക് കഴിക്കേണ്ടതുമല്ല. അത് നമുക്ക് ശേഷമുള്ള തലമുറകൾക്ക് കഴിക്കാനുള്ളത്. അവർ കഴിക്കട്ടെ. ഇപ്പം നമുക്ക് ഖബറിൽ കഴിച്ചൂടെ? ആർക്കുമാണ് അത്? ആര്, ജാതി, മതം, ഇതൊന്നും ഭക്ഷണത്തിലോ മറ്റിലോ ഇല്ല. എല്ലാതും കൽപ്പവൃക്ഷാണല്ലോ. അതെ, എന്തും അതിന് ഒഴിവാക്കാനൊന്നുമില്ല. പശു അതുപോലെ തന്നെയാണ്. അതെ, പാലും ആരാധിക്കുന്നിടത്തോളം പശുവിൻ്റെ ഒരു കൺസെപ്റ്റ് എത്താനുള്ള കാരണം
അത്രയും വലിയ ഉപകാരം അതുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. ആണ് എന്താണ് അതിൽ ഇനി ഉപകാരമില്ലാത്ത ഒരു കാര്യമില്ല. പട്ടിക തെങ്ങാണ്, ഉത്തരം തെങ്ങാണ്, മേലെ തടുക്ക് തെങ്ങാണ്. ചിലപ്പോൾ ഓല കെട്ടിയിട്ട് അതുകൊണ്ട് ചുമര് വെക്കും, ഓല തടുക്കൊണ്ട് പീടി വെക്കും. എല്ലാം തെങ്ങാണ്. ഓനുണ്ടോ? ഉണ്ണേ പണ്ട കാലത്തെ പണ്ഡിതന്മാരിൽ തന്നെ വലിയൊരു ശതമാനം മണ്ണിൽ അധ്വാനം ജീവിച്ചു. ധാരാളം പണ്ഡിതന്മാർ. അന്ന് ഉസ്താദ് ഈ വയലേലങ്ങളുടെ ഒക്കെ വക്കത്തെ ഒരു സറാമ്പി ഉണ്ടാവില്ല, എന്താണ് ഇങ്ങനെ കാൽമ അതൊക്കെ ഈ അടുത്ത കാലം വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അത് തായക്കോട് പള്ളീന്റെ അടുത്തൊന്ന് അത് ഞാൻ അന്വേഷിച്ചപ്പോ 200 ചില്ലാനോ തായക്കോടില്ല പണി പെരിന്തൽമണ്ണ 200 ചില്ലാനോ കൊല്ലയിക്കണോ അല്ലേ. ഇതാണ് നമ്മൾ രണ്ടാമത്തെ വേറൊരു തോട്ടം. ഇൻഷാ അല്ലാഹ് ഏകദേശം കവുങ്ങൊക്കെ പുതിയതാ തൊട്ടിട്ടുണ്ട്. ഈ കൊല്ലത്തോടുകൂടി ഏകദേശം ഒക്കെ കായ് പിടിക്കും. നേരത്തെ തെങ്ങുണ്ടായിരുന്നു, ആ തെങ്ങ് മുറിച്ചിട്ട് പുതിയ തെങ്ങ് വെച്ചതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവിധ സംവിധാനങ്ങളും ഇതിലുണ്ട് റബ്ബിൻ്റെ സഹായം കൊണ്ട്. തെങ്ങുമ്പോൾ തേങ്ങ ഉണ്ട്. തേങ്ങ ഇട്ടിട്ടുള്ളൂ 1000 ചില്ലാനം തേങ്ങ കഴിഞ്ഞ ആഴ്ച ഇട്ട്. ഈ ഏരിയയിൽ നിന്ന് മാത്രം 1000 ചില്ലാനം തേങ്ങ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച റബ്ബിൻ്റെ സഹായം കൊണ്ട്. ഇതെല്ലാം മൊത്തം നോക്കി നടത്തുന്ന ഒരാളെയാണ് വേണ്ടത്. അതാപ്പോൾ ഞാൻ നേരത്തെ സക്കീറിനോട് പറഞ്ഞു, കംപ്ലീറ്റ് നോക്കി നടത്തുന്ന ഒരാൾ. ഞാനുണ്ടായാലും ഞാനില്ലെങ്കിലും ഒക്കെ ഒരു അയിമ പണിയെടുക്കണം.